എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കുറച്ച് ബിസി ഉണ്ടായിരുന്നു, അതിൻ്റെ കൂടെ മടി ഉണ്ടായിരുന്നു, തടസ്സങ്ങളാണെങ്കിൽ ഏറെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ തടസ്സങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഏതാണെന്ന് നമുക്ക് കാണണ്ടേ? പ്രധാന ദേവനായ മഹാദേവനേക്കാൾ ഉപദേവനായ ഗണപതിയുടെ പേരിൽ പ്രസിദ്ധമായ പുണ്യസങ്കേതം, ആയിരക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന ദേവഭൂമി, വിഘ്നേശ്വര പുണ്യത്തിന്റെ അനുഭവ സാക്ഷ്യം. ഇതിനൊക്കെ ഒരൊറ്റ ഉത്തരയുള്ളൂ കേട്ടോ. കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം. കൊല്ലത്ത് നിന്ന് 27 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ മണികണ്ഠേശ്വര ശിവക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിലാണ് ഞാനെന്നുള്ളത്. ഇതിന്റെ ഐതിഹ്യങ്ങളും വഴിപാടുകളും അതിന്റെ നിരക്കുകളും അതിന്റെ ഫലങ്ങളും എല്ലാം ഞാൻ 2 വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോക്ക് കുറച്ച് നീളം കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് നല്ല തിരക്കുള്ളപ്പോൾ ഇത് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ? അപ്പം ഇന്ന് നമ്മളോടൊപ്പം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ശ്രീനാരായണൻ നമ്പൂതിരി ഉണ്ട്. ഈ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഉണ്ടാവും. ഒരു കാരണവശാലും ഈ വീഡിയോ മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം. മഹാഗണപതി ക്ഷേത്രത്തിന്റെ റിക്കാർഡിക്കലി അറിയപ്പെടുന്ന പേരാണ് മണികണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം. മഹാദേവനോടൊപ്പം തന്നെ ഗണപതിക്കും തുല്യ പ്രാധാന്യം കൽപ്പിച്ച് താന്ത്രിക പൂജാവിധാനങ്ങൾ ചെയ്തു പോരുന്ന ക്ഷേത്രമാണ് മണികണ്ഠേശ്വര ക്ഷേത്രം. പ്രധാന മൂർത്തിയായ മഹാദേവനോടൊപ്പം മഹാഗണപതിയും അതോടൊപ്പം തന്നെ പാർവതി ദേവിയും ഉപദേവന്മാരായ ഗണേശാസ്താവും സുബ്രഹ്മണ്യ സ്വാമിയും നാഗരാജാവ് നാഗേഷി തുടങ്ങി ദേവതമാരും ഇവിടെ കുടികൊള്ളുന്നു. ക്ഷേത്രത്തിലെ ഒരുപാട് ഭക്തജന സമൂഹം എത്തുന്ന ഒരു ക്ഷേത്രമാണിത്. ദൈനംദിന പൂജാ കാര്യങ്ങൾ ആണെങ്കിൽ രാവിലെ 4:20 നിർമ്മാല്യ ദർശനത്തോടുകൂടി ആരംഭിച്ച് അഭിഷേകം, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, എതിർത്ത പൂജ, പുഷപൂജ, ശിവേലി, പന്തീരടി പൂജ, ഗണപതി, മഹാദേവൻ ഇവർക്ക് ഉച്ചപൂജ, മഹാദേവന് നവകാഭിഷേകത്തോടുകൂടിയാണ് ഉച്ചപൂജ. അത് കഴിഞ്ഞ് ഉച്ചശിവേലി. ഇത്രയും കഴിഞ്ഞ് 11:30 നടയടയ്ക്കുന്നു. വൈകിട്ട് 5 മണിക്ക് തുറക്കുന്ന നട അത്താഴ ശിവേലിയോടുകൂടി രാത്രി 8 മണിക്ക് അടയ്ക്കും. സന്ധ്യയ്ക്ക് 6:20 ദീപാരാധന മഹാദേവൻ ആരംഭിച്ച് പാർവതി ദേവി, മഹാഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യ സ്വാമി ഇതൊക്കെ പൂർത്തിയാക്കി. മഹാഗണപതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഹിന്ദു സംസ്കാരം അനുസരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂർത്തിയാണ് ഗണപതി എന്ന് പറയുന്നത്. സർവ്വവിഘ്ന നിവാരണത്തിനായി നമ്മൾ ഏതൊരു മംഗളകർമ്മത്തിനും ഗണപതിയെ ധ്യാനിച്ച്, പൂജയിലായ കൂടി ഗുരുവിനെയും ഗണപതിയെയും ധ്യാനിച്ചിട്ടാണ് ഏത് മൂർത്തിയെയും നമ്മൾ പൂജിക്കുന്നത്. മഹാഗണപതി ബാലഗണപതിക്ക് പ്രത്യേകമായി വിശിഷ്ടമായൊരു നിവേദ്യമാണ് ഉണ്ണിയപ്പം. ബാലഗണപതി സങ്കല്പത്തിലാണ് പെരുന്തച്ചനാൽ നിർമ്മിതമായി തന്ത്രിയുടെ പ്രോപാസനയിലൂടെ താന്ത്രിക കർമ്മങ്ങളുടെ പ്രതിഷ്ഠിതമായ ദാരു ശില്പത്തിലാണ് ഇവിടെ വരിക്കപ്ലാവിൽ ഗണപതി കുടികൊള്ളുന്നത്. അതോടൊപ്പം ശിവേലി ബിംബത്തിൽ അഭിഷേകാദി പൂജകളുമൊക്കെ നടന്നു വരുന്നു. ഗണപതിയുടെ ഇഷ്ട നിവേദ്യമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത്. കോടാനുകോടി ഭക്തജനങ്ങൾ കേരളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും കേരളത്തിൽ അവരുടെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഒരു നേരമെങ്കിലും ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന ക്ഷേത്രമാണ് മഹാഗണപതി ക്ഷേത്രം. രാവിലെ പ്രഭാതത്തിൽ ഭഗവാന്റെ എതിർത്ത പൂജ കഴിഞ്ഞ് 6:30 മുതലാണ് ഉണ്ണിയപ്പ പ്രസാദം വിതരണം ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് ഉദയാസ്തമന പൂജ എന്ന് പറയുന്നത്. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉദയാസ്തമന പൂജാ ദിവസങ്ങളായി നിശ്ചയിച്ചിട്ട് ഉണ്ട് എങ്കിലും വിശേഷാൽ ദിവസങ്ങളിൽ, അതായത് മണ്ഡലകാലം, 1-ാം തീയതി ക്ഷേത്രത്തിലെ ഉത്സവാദി ആഘോഷങ്ങൾ, അതോടൊപ്പം വിഷു, നവരാത്രി, കർക്കിടക മാസത്തിലെ പ്രധാന ദിവസങ്ങൾ, അവധി ദിവസങ്ങൾ തുടങ്ങി വിശേഷാൽ വരുന്ന പ്രതിഷ്ഠാദിനം, അങ്ങനെ വിശേഷാൽ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ, ഈ വിശേഷ ദിവസങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും വന്നാൽ ആ ദിവസങ്ങൾ ഉദയാസ്തമന പൂജ മാറ്റിവെക്കുക പതിവ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ ദർശനത്തോടൊപ്പം ഭഗവാന്റെ നിവേദ്യം പ്രസാദമായി വാങ്ങി ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാനായിട്ടാണ് ഒരുപാട് ഭക്തജനങ്ങൾ അത് കാക്ഷിച്ചാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതിന് ഒരു മുടക്കം വരണ്ട എന്ന രീതിയിലാണ് ഉദയാസ്തമനം ഈ പ്രധാന ദിവസങ്ങളിൽ നമ്മൾ മാറ്റിവെക്കുന്നത്.
അതോടൊപ്പം ഭഗവാന്റെ ഇഷ്ടനിവേദ്യം. പിന്നെ ഉദയാസ്തമനത്തെക്കുറിച്ച് പറയുമ്പോൾ അന്ന് ഷീട്ടാക്കി ഭക്തജനങ്ങൾക്ക് പ്രസാദം ലഭിക്കില്ല. എന്നാൽ ലഭിക്കില്ല. ദേവസ്വത്തിൽ നിന്നും ഷീട്ടെടുത്ത്, അതായത് റെസീപ്റ്റ് എടുത്ത് നമ്മൾ വഴിപാട് നടത്താൻ അന്നത്തെ ദിവസം സാഹചര്യം അന്ന് പറ്റില്ല. അന്ന് ആരാണോ ഉദയാസ്തമന പൂജ ബുക്ക് ചെയ്തിരിക്കുന്നത് അവരുടെ പേരിൽ അത്താഴ പൂജയിൽ സമർപ്പണ നിവേദ്യമായി പ്രഭാതത്തിൽ നിർമ്മാല്യം മുതൽ ആരംഭിക്കുന്ന ഉണ്ണിയപ്പത്തിൻ്റെ നിർമ്മാണം വൈകിട്ട് സന്ധ്യാദിപാരാധന കഴിയുന്നവരെ പൂർത്തീകരിച്ച് ഇത്രയും ഉണ്ണിയപ്പങ്ങൾ ഏതാണ്ട് 24 പാത്രങ്ങളിലും വെള്ളിപ്പാത്രത്തിലും കോട്ടുരുളിയിലും ഭഗവാന് സമർപ്പണ നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് നിവേദ്യം പൂർത്തീകരിച്ചുകൊണ്ട് ആ ഭക്തൻ അവർക്ക് കൊടുക്കുന്ന പ്രസാദത്തോടൊപ്പം തന്നെ ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ നിവേദ്യം സൗജന്യമായി ഇവിടെ നൽകുന്നുണ്ട്. അന്നേ ദിവസം ഷീട്ടാക്കി കൊടുക്കുന്നില്ല എന്ന് മാത്രമാണ്. ഭക്തർ വന്നു കഴിഞ്ഞാൽ ഉദയാസ്തമന പോലെ തിങ്കളാഴ്ചയാണ്. ഇപ്പം ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴാണ് അറിയുന്നത് ഇന്ന് തിങ്കളാഴ്ചയാണ് ഉദയാസ്തമന പൂജ ഉണ്ടെന്നുള്ളത്. അപ്പം ഇത് മുൻകൂട്ടി വരുന്ന ആളുകൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പം അത് എങ്ങനെ മനസ്സിലാക്കാം? നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഇവിടുത്തെ വെബ്സൈറ്റ് വഴിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും എല്ലാം ഏതാണ്ട് ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെ ഏവോഗ്രേഡ് ക്ഷേത്രങ്ങളുടെയും എല്ലാം ഡീറ്റെയിൽസ് ഓൺലൈനിൽ ഇപ്പം കിട്ടുന്നുണ്ട്. വിശിഷ്യ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൻ്റെ സെർച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ ഈ നിങ്ങളുടെ മാധ്യമത്തിലൂടെ തന്നെ നിങ്ങൾക്കത് പബ്ലിക്കിനോട് റിപ്പോർട്ടേഴ്സിനെ അറിയിക്കാൻ പറ്റും. എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഉദയാസ്തമന പൂജയാണ്. ഉണ്ണിയപ്പം ഭക്തർക്ക് ലഭിക്കില്ല. അതോടൊപ്പം തന്നെ എന്നാൽ വിശേഷ ദിവസങ്ങളാണെങ്കിൽ 1-ാം തീയതി തുടങ്ങുന്ന വിശേഷ ദിവസങ്ങളിൽ ഉദയാസ്തമന പൂജ ഉണ്ടാകാറില്ല എന്ന് കൂടി നിങ്ങൾക്ക് അറിയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ ആഗ്രഹിച്ചു വരുമ്പോൾ അവരുടെ ആ ഒരു പ്രസാദം ലഭിച്ച് അവർക്ക് അനുഗ്രഹം ലഭിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ദേവസ്വത്തിൻ്റെയും ഒരു തീരുമാനം. അതുകൊണ്ടാണ് അന്ന് മാറ്റിവെച്ചിട്ടുള്ളത്. അതോടൊപ്പം ഭഗവാൻ ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണ് മോദക നിവേദ്യം. ഈ മോദക നിവേദ്യം നമ്മൾ വിനായക ചതുർത്ഥിക്ക് മാത്രമാണ് നടത്തി വരാറുള്ളത്. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കി മോദകം നിവേദ്യം പ്രസാദമായി ലഭിക്കുന്നത്. പിന്നെ ഭഗവാൻ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ പൂജയും അതെ നാളികേര ഉടയ്ക്കൽ പ്രധാനമാണ് ഗണപതിക്ക്. അകത്ത് അതിന് വേണ്ടുന്ന രസീതുകളെടുത്ത് അകത്ത് ഭഗവാൻ തിരുനടയിൽ അത് നാളികേരം ഉടച്ച് നിവേദിച്ച് ഭക്തന് നേരിട്ട് നൽകുന്നു. എല്ലാം തന്നെ ഗണപതിക്ക് സമർപ്പിക്കുന്നത് സർവ്വവിഘ്ന നിവാരണത്തിനായിട്ടാണ്. തീർച്ചയായിട്ടും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെ ഭഗവാൻ കൈവിടില്ല, മഹാദേവൻ കൈവിടില്ല, പാർവതീദേവി കൈവിടില്ല. അതോടൊപ്പം വിഘ്നേശ്വരനായ ബാലഗണപതി അതെ കുടുംബസമേതം വസിക്കുകയാണ്. ശാസ്താവട്ട സുബ്രഹ്മണ്യ സ്വാമിയും എന്തായാലും കൈവിടില്ല എന്നുള്ളത് 100% ഉറപ്പ് തന്നെയാണ്. കൊടിയേറ്റ് ഉത്സവവും അതോടൊപ്പം ശ്രീഭൂതബലി 8 മഹാദേവന്റെ പരിവാരങ്ങളൊക്കെ ആയിട്ടാണ് പൂജാവിധാനങ്ങൾ. എല്ലാം ശിവനാണ്. പിന്നെ തെക്കേ നടയിൽ നമ്മളിപ്പോൾ സംസാരിച്ചിരിക്കൊണ്ടിരിക്കുന്നത് ഭഗവാന്റെ തെക്കോട്ടുള്ള ദർശനത്തിൻ്റെ പ്രസാദ വിതരണ കൗണ്ടറിൻ്റെ അടുത്താണ്. അപ്പം ഭക്തർക്ക് പല പൂജാ സമയങ്ങളിൽ നേരിട്ട് അകത്ത് കയറാൻ പറ്റാത്തവർക്കും ഭഗവാനെ നേരിട്ട് നാലമ്പലത്തിനകത്ത് കയറി തൊഴുന്നത് പോലെ തന്നെ ഇവിടെയും ദർശന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നാരായണൻ നമ്പൂതിരിയുടെ വാക്കുകൾ അടുത്ത വീഡിയോയിലുണ്ട് കേട്ടോ. ഉണ്ണിയപ്പ വിശേഷങ്ങള്, അതിന്റെ കൂട്ടുകള്, ഫുൾ ഇൻഗ്രീഡിയൻസ് ഒന്നും കിട്ടൂല കേട്ടോ. അത് ഭഗവാന്റെ കൈവശം മാത്രമാണുള്ളത്. സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഇടാം. വീഡിയോ ഷെയർ ചെയ്യാനൊന്നും ഒരു മടിയും കാണിക്കരുത്. വേഗം തന്നെ ഒരു ലൈക്ക് തന്നോളൂ, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം കേട്ടോ. അടുത്ത വീഡിയോയിൽ ഇവിടെ ഞാൻ എത്തിയത് എങ്ങനെയാണെന്നും ഇവിടെ എത്താനുള്ള വഴികൾ, ഏത് സമയത്താണ് ട്രെയിൻ ഉള്ളത്, ഇവിടെ വന്നാൽ താമസിക്കുന്ന ഹോട്ടല്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ, ഞാനിവിടെ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അടുത്ത വീഡിയോ നിങ്ങൾ കാണണം. അപ്പം അതുവരേക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.